കഴിഞ്ഞ 8.5 പതിറ്റാണ്ടിലേറെക്കാലമായി വടക്കാഞ്ചേരിയുടെ തിരുനെറ്റിക്കൊരു തിലകക്കുറി ചാർത്തിക്കൊണ്ട് വ്യാപാര രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന മാണി സൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി. അവിടെ പലചരക്ക്, സ്റ്റീൽ, അലൂമിനിയം പാത്രങ്ങൾ, എല്ലാവിധ ഹോം അപ്ലയൻസസും മികച്ച രീതിയിൽ മിതമായ നിരക്കിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നു. ഇതുതന്നെ സന്ദർശിക്കൂ മാണി സൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി. വടക്കാഞ്ചേരിയുടെ അന്തരീക്ഷത്തിലെ കാലാവസ്ഥ ചൂട് ഇന്ന് 32 ഡിഗ്രിയാണ്. ഇതിലും ഇരട്ടിയാണ് വടക്കാഞ്ചേരിയിലെ തെരഞ്ഞെടുപ്പ് ചൂട്. അത് വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാർക്കിടയിലും സ്ഥാനാർത്ഥികൾക്കിടയിലും ഇതേ ചൂട് ക്രമാതീതമായി ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വടക്കാഞ്ചേരി ഉൾപ്പെടുന്ന തലപ്പിള്ളി താലൂക്കിൻ്റെ ആസ്ഥാന മന്ദിരത്തിലാണ്. ഇവിടെ നിന്നുമാണ് വടക്കാഞ്ചേരിയിലെ വിവിധ പ്രമുഖ പാർട്ടികൾക്ക് വേണ്ടി നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. UDF വേണ്ടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് PN വൈശാഖും, LDF വേണ്ടി പത്രിക സമർപ്പിച്ചിരിക്കുന്നത് നിലവിലെ MLA ആയ സേവ്യർ ചിറ്റലപ്പള്ളിയും, NDAക്ക് വേണ്ടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് ഉല്ലാസ് ബാബുവുമാണ്. ഏപ്രിൽ 9 നടക്കുന്ന കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 140 മണ്ഡലങ്ങളാണുള്ളത്. ആ 140 മണ്ഡലങ്ങളിൽ 65ാമത്തെ മണ്ഡലമാണ് വടക്കാഞ്ചേരി. ആ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ നിന്നും ആര് ജയിക്കുമെന്ന് നമുക്ക് വടക്കാഞ്ചേരിയിലെ ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് അടുത്തൂലോ. ഇപ്പോൾ ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പ്. അപ്പോൾ ചേട്ടന്റെ അഭിപ്രായത്തിൽ വടക്കാഞ്ചേരിയിൽ ആര് ജയിക്കും? സേവ്യർ ചിറ്റലപ്പള്ളിയുടെയാണ് ഒരു 90% സേവ്യർ ചിറ്റലപ്പള്ളി ജയിക്കും എന്നാണ് ചേട്ടൻ പറയുന്നത്. ഓക്കെ ഓക്കെ. ചേട്ടന്റെ വീട് എവിടെയാ? ആര്യമ്പാടം. ഓക്കെ. എങ്ങനെയുണ്ട് അവിടെ തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ എങ്ങനെയുണ്ട്? ഓക്കെ. എന്തുകൊണ്ടാണ് സേവ്യർ ചിറ്റലപ്പള്ളി 2ാം തവണയും വിജയിക്കുമെന്ന് പറയാനുള്ള ഒരു കാരണം? അല്ല, അങ്ങോട്ട് ക്യാരക്ടറും അല്ലെങ്കിൽ ഒരു പെരുമാറ്റം ക്യാരക്ടറും ഒക്കെ നല്ലതാണ്. ഭരണത്തിലെ എല്ലാ കാര്യങ്ങളും ജനപ്രിയനാണ്. ചേട്ടന്റെ പേര്? ജോസ്. ഓക്കെ, താങ്ക് യു ചേട്ടാ. അപ്പോ സേവ്യർ ചിറ്റലപ്പള്ളി ജയിക്കും തന്നെയാണ് നമ്മൾ രണ്ടാമത് ചോദിച്ച ആ ചേട്ടനും പറഞ്ഞത്. അദ്ദേഹം അത് പറയാനുള്ള കാരണം സേവ്യർ ചിറ്റലപ്പള്ളി എല്ലാ ഭാഗത്തും അദ്ദേഹത്തെ കാണുന്നുണ്ട്, ജനപ്രിയനാണ് എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മളിപ്പോൾ വടക്കാഞ്ചേരി തലപ്പിള്ളി താലൂക്കിൻ്റെ ആസ്ഥാന മന്ദിരത്തിൽ നിന്നും നടന്ന് മെല്ലെ വടക്കാഞ്ചേരിയിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്ക് വന്നിരിക്കുകയാണ്. ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ വെഹിക്കിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണക്കാരൻ്റെ ശബ്ദമായി ഇവിടുത്തെ ഓട്ടോ ഡ്രൈവേഴ്സിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. നമസ്കാരം. BCയുടെ ജനശബ്ദം എന്ന പ്രോഗ്രാമിൽ നിന്നാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണല്ലോ. അപ്പോൾ വടക്കാഞ്ചേരിയിലെ ഇത്തവണത്തെ ഇലക്ഷനിൽ ആര് ജയിക്കും? സേവ്യർ ചിറ്റലപ്പള്ളി ജയിക്കുമോ? PN വൈശാഖ് ജയിക്കുമോ? അതോ ഉല്ലാസ് ബാബു ജയിക്കുമോ? സേവ്യർ ചിറ്റലപ്പള്ളി ജയിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ. എന്താണ് അതിന് കാരണം? അത്രയധികം വികസനങ്ങൾ നാടിന് ചെയ്തിട്ടുണ്ട്. നാടിന് വേണ്ടി വികസനം വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിൽ ഈ പരുത്തിപ്പറ തൊട്ട് പുന്നമ്പറമ്പ് വാഴാണി വരെ 12 കിലോമീറ്റർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ ചെയ്യാത്തതൊന്നുമില്ല. എല്ലാം ചെയ്തിട്ടുണ്ട്. താങ്കൾക്ക് സേവ്യർ ചിറ്റലപ്പള്ളിയുടെ കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വികസന പ്രവർത്തനം എന്ന് പറയും? ഇഷ്ടപ്പെട്ടത് ഞങ്ങളുടെ അവിടുത്തെ റോഡ്, മംഗലം പനങ്ങാട്ടുകര പുന്നമ്പറമ്പ് പുല്ലാനിക്കാട് ഉൾപ്പെടുന്ന ആ റോഡാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം ഞങ്ങളുടെ ഉപജീവന മാർഗം ഇവിടുത്തെ ഓട്ടോറിക്ഷയാണ്. നല്ല റോഡിലൂടെ പോകണം. ഇപ്പൊ ശരിയാക്കി തന്നിട്ടുണ്ട്. അതിന് നന്ദി പറയുന്നു. ആള് പറഞ്ഞത് വളരെ വ്യക്തമാണ്. കാരണം വടക്കാഞ്ചേരിയിലെ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞത് പുന്നമ്പറമ്പ് പുല്ലാനിക്കാട് BMBC റോഡിന്റെ വികസന പ്രവർത്തനത്തെ കുറിച്ചാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. നമുക്ക് അടുത്തൊരാളോട് ചോദിക്കാം. എന്താണ് വടക്കാഞ്ചേരിയിലെ തെരഞ്ഞെടുപ്പ് വിശേഷത്തെ കുറിച്ച് ആദ്യം പറഞ്ഞോളൂ. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ചൂട്? ചൂട് നല്ല ചൂട് തന്നെയാണ്. 3 പാർട്ടിക്കാർ നല്ല ചൂടിലാണ്. ഓക്കെ. ആരും ഒരു കുറവോ കൂടുതലായിട്ടോ ഇല്ല? അങ്ങനെ പറയാനില്ല. എല്ലാ പാർട്ടിക്കാരും ഒരേപോലെ തന്നെയാണ് നിൽക്കുന്നത്. വിജയ പ്രതീക്ഷ ആർക്കാണ്? വിജയപ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ സേവ്യർ ചിറ്റലപ്പള്ളിക്ക് തന്നെയാണ്. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ഇത്തവണ വിജയിക്കും? ഒരു ഏകദേശം കഴിഞ്ഞ തവണ എൻ്റെ കണക്ക് ഞാൻ നോക്കിയത് ശരിയാണെങ്കിൽ 15,186 വോട്ടാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം. ഇത്തവണ അത് കൂടുമോ കുറയുമോ? കൂടും. അതിനൊരു കാരണം പറയാൻ പറ്റുമോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സേവ്യർ ചിറ്റലപ്പള്ളി എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടികളിലെ എല്ലാവർക്കും
ആ. അത്രയും കാര്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ അതുകൊണ്ടാണ് പറഞ്ഞത്, വേറെ ഒരു രാഷ്ട്രീയ ചിന്താഗതിയിൽ പറഞ്ഞതല്ല. ഓക്കെ ആളെ ഇപ്പം ഞാൻ അറിയുന്ന പോലെ തന്നെ എന്നേക്കാൾ കൂടുതൽ അറിയുന്ന ഒരുപാട് ആളുകളുണ്ട് ഓക്കെ ഓക്കെ വ്യക്തിപരമായി. ഓക്കെ ഓക്കെ വ്യക്തമാണ്. അതായത് UDFന്റെ സ്ഥാനാർത്ഥി PN വൈശാഖിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? വൈശാഖേട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ വ്യക്തിപരമായിട്ട് അറിയുന്ന ആൾക്കാർ തന്നെയാണ്. ഓക്കെ ആളും അത്ര മോശമായിട്ടുള്ള വ്യക്തിയൊന്നുമല്ല. പക്ഷെ സേവിയറേട്ടനേക്കാൾ അത്ര ഒരു ഇത് ഇല്ല വൈശാഖേട്ടൻ. BJP സ്ഥാനാർത്ഥി, അതായത് NDA സ്ഥാനാർത്ഥി ഉല്ലാസ് ബാബു ഈ മത്സരത്തിൽ എത്ര വോട്ട് പിടിക്കും? അത് പറയാം. തുടർച്ചയായി മൂന്നാമത്തെ തവണയാണ് ആള് ഇലക്ഷന് നിൽക്കുന്നത്. അപ്പോൾ നിലവിലുള്ള കഴിഞ്ഞ 2 ടൈമിനേക്കാൾ കൂടുതൽ വോട്ട് പിടിക്കും താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതിനേക്കാളും കൂടുതൽ ഉണ്ടാവും. വോട്ട് പിടിക്കും. പിടിക്കും. അപ്പോൾ വ്യക്തമാണ്, അദ്ദേഹം പറഞ്ഞത് വ്യക്തമാണ്. ഉല്ലാസ് ബാബു ഇത്തവണ അദ്ദേഹം മുൻപ് മത്സരിച്ച 2 തവണത്തേക്കാൾ കൂടുതൽ വോട്ട് വർദ്ധിപ്പിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് അടുത്ത ആളോട് ചോദിക്കേണ്ടതുണ്ട്. എന്താണ് ഇലക്ഷനെ കുറിച്ച് പറയാനുള്ളത്? ഇലക്ഷനിൽ ഇപ്രാവശ്യം കേരളത്തിൽ മൊത്തത്തിലൊരു NDAയുടെ മുൻതൂക്കം ഉണ്ടാവും. NDAയുടെ മുൻതൂക്കം. ഓക്കെ. അവർ പരമാവധി സീറ്റും ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ ലഭിക്കും. നിലവിലിപ്പോൾ കേരള നിയമസഭയിലേക്ക് BJP അതായത് NDAക്ക് പ്രതിനിധികളില്ല. ഇത്തവണ എത്ര സീറ്റ് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്? അതൊരു 6-7 തൊട്ടൊരു 10-15 വരെ കിട്ടാനും ചാൻസ് ഉണ്ട്. 6 മുതൽ 15 വരെ കിട്ടുമെന്നാണ് പറയുന്നത്. വടക്കാഞ്ചേരിയിലെ ഒരു NDAയുടെ അവസ്ഥ എന്തായിരിക്കും? നല്ലൊരു മുന്നേറ്റം ഉണ്ടാവും. ആരായിരിക്കും വടക്കാഞ്ചേരിയിൽ വിജയിക്കുക? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കുഴപ്പമില്ല. ഓക്കെ, വ്യക്തമാണ്. അദ്ദേഹവും പറയുന്നത് NDA ഇത്തവണ കേരളത്തിൽ നില മെച്ചപ്പെടുത്തും, എന്നാൽ വടക്കാഞ്ചേരിയിൽ NDA നില മെച്ചപ്പെടുത്തും. വിജയിക്കാൻ സാധ്യതയൊക്കെ ഉണ്ട്. ഓക്കെ, വിജയിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. എന്താണ് വടക്കാഞ്ചേരിയിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ചേട്ടന്റെ ഒരു കാഴ്ചപ്പാടിൽ ആർക്കായിരിക്കും മുൻതൂക്കം? സേവ്യർ ചിറ്റലപ്പള്ളിക്ക് മറ്റുള്ള സ്ഥാനാർത്ഥിയെക്കാളും മികച്ച സ്ഥാനാർത്ഥി സേവ്യർ ചിറ്റലപ്പള്ളിയാണ്. ഓക്കെ, ചേട്ടന്റെ വീട് എവിടെയാണ്? മംഗലം. ഈ കഴിഞ്ഞ 5 വർഷത്തില് സേവ്യർ ചിറ്റലപ്പള്ളി നടത്തിയ വികസന പ്രവർത്തനങ്ങളിൽ ചേട്ടനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ ചേട്ടൻ ഏതാ പറയാ? ഇപ്പോൾ നേരത്തെ ചേട്ടൻ പറഞ്ഞത് നമ്മുടെ പുല്ലാനിക്കാട് പുന്നമ്പറമ്പ് റോഡിന്റെ ടാറിങ് BMBC നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് മറ്റൊരു ചേട്ടൻ പറഞ്ഞത്. എനിക്ക് മറ്റേ തോമസ് ഐസക് ധനമന്ത്രി ആയിരിക്കുമ്പോ പാസ്സാക്കി പോയിട്ടുള്ള അതാണ്. ഇത്തവണത്തെ ഫണ്ടല്ല അത്. ഓക്കെ, അദ്ദേഹം അത് പൂർത്തീകരിച്ചു എന്ന് മാത്രം. അത് ഇനിഷ്യേറ്റീവ് എടുത്ത് അത് പൂർത്തീകരിച്ചു മാത്രം, അല്ലാണ്ട് ആളുടെ പ്രത്യേക കഴിവുകൊണ്ടൊന്നല്ല. ചേട്ടന് പെട്ടെന്നല്ല, ചേട്ടൻ സേവ്യർ ചിറ്റലപ്പള്ളി ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ഏതെങ്കിലും എടുത്തു പറയാനുണ്ടോ? മറ്റേതെങ്കിലും റോഡ് ഞങ്ങളുടെ പ്രദേശത്തൊന്നും കാര്യമായിട്ട് റോഡുകളൊന്നും ശരിയായിട്ടില്ല. പിന്നെ AC മൊയ്തന്റെ വക റോഡാണ് പത്താങ്കല്ല്. അതൊരു നല്ല റോഡാണ്, മികച്ച റോഡാണ്. പത്താങ്കല്ല് BMBC റോഡാണ്. ഓക്കെ, താങ്ക് യു. താരതമ്യേന കുഴപ്പമില്ല. അദ്ദേഹം പറയുന്നത് സേവ്യർ ചിറ്റലപ്പള്ളിയുടെ വികസന പ്രവർത്തനങ്ങൾ താരതമ്യേന നല്ലതായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. നമുക്ക് അടുത്ത ആളിലേക്ക് പോകേണ്ടതുണ്ട്. സാധാരണക്കാരൻ്റെ ശബ്ദം അറിയണമെങ്കിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്ക് വരണം. അപ്പോൾ അതുകൊണ്ടാണ്. എന്താണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ UDFന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? UDFന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇപ്രാവശ്യം ഈ 10 വർഷക്കാലം ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിച്ചിട്ട് തുടക്കത്തിലെ തന്നെ വളരെ നല്ല രീതിയിൽ ആദ്യത്തെ 5 വർഷത്തെ ഭരണം വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു. അതിനുശേഷം വരുന്ന 5 വർഷത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞത് ജനകീയമായി നോക്കുമ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് സാധാരണക്കാരന് വളരെ ബുദ്ധിമുട്ടുന്ന രീതിയിലേക്ക് ഉള്ള വിലക്കയറ്റം, ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ വിലക്കയറ്റമാണ്. വിലക്കയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക്, സാധാരണക്കാരായ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, അതുപോലെ തന്നെ സാധാരണഗതിയിൽ ജീവിക്കുന്ന ആളുകൾക്കൊന്നും നാട്ടിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് വിലക്കയറ്റം ഉണ്ടാക്കിയത്. അത് ശ്രദ്ധിക്കാൻ ആരും ഇതുവരെയായിട്ടും ഇടപെട്ടിട്ടില്ല. അതുപോലെ തന്നെ മോട്ടോർ വാഹന തൊഴിലാളി മേഖലയിലാണെങ്കിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അടിസ്ഥാനമായിട്ട് നോക്കുകയാണെങ്കിൽ വളരെയേറെ വണ്ടികൾക്കുള്ള ഫിറ്റ്നസ് ഫീസുകൾ ഉൾപ്പെടെ വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ധന വില ഉൾപ്പെടെ, ഇന്ധന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താങ്ങാവുന്നതിലധികമാണ്. കാരണം ഏകദേശം 60-68 രൂപ ഉണ്ടായിരുന്ന ഇന്ധന വില ഇപ്പോൾ 100 രൂപയിൽ വന്നു നിൽക്കുന്ന സാഹചര്യം. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ടാക്സും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ടാക്സും കൂടിയിട്ട് അത് കണക്കാക്കി നോക്കുകയാണെങ്കിൽ ഏകദേശം 60 രൂപ ഇന്ധനത്തിന് വിലയും 40 രൂപയോളം ഇന്ധനത്തിന് വിലയും 60 രൂപ ടാക്സ് എടുക്കുന്ന ഒരേ ഒരു രാജ്യമായിട്ട് നമ്മുടെ സ്ഥലം മാറുകയാണ്. അത് വളരെ ഇന്ധനം ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെയേറെ പ്രയാസമാണ്. അപ്പോൾ അടിസ്ഥാനമായിട്ട് അതിൻ്റെ വില വർധനവ് തന്നെ മൊത്തത്തിൽ സാമ്പത്തികമായിട്ട് എല്ലാ മേഖലയിലും വിലക്കയറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ സാധാരണ ജീവിക്കുന്ന ആളുകൾക്ക് ജീവിതം വളരെയേറെ ദുസ്സഹമായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
കഴിഞ്ഞ 5 വർഷക്കാലം വടക്കാഞ്ചേരിയിൽ നിലവിലെ MLA സേവ്യർ ചിറ്റിലപ്പള്ളിയുടെ പ്രവർത്തനങ്ങളെ ഒന്ന് വിലയിരുത്താൻ പറഞ്ഞാൽ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുക? ഇപ്പോൾ നിലവിലെ MLAയുടെ വികസന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ട് വടക്കാഞ്ചേരിയെ സംബന്ധിച്ചോളം ചൂണ്ടിക്കാണിക്കുക എന്ന് പറഞ്ഞാൽ വടക്കാഞ്ചേരിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ബൈപ്പാസാണ്. ഈ ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ വടക്കാഞ്ചേരിയിൽ ഇപ്പോൾ വളരെയേറെ നമ്മുടെ മോട്ടോർ വാഹന മേഖലയെ സംബന്ധിച്ചോളം വടക്കാഞ്ചേരിയിൽ നിരന്തരമായി കേരളത്തിൽ എവിടെ സഞ്ചരിച്ചാലും ട്രാഫിക് ബ്ലോക്ക് എന്ന് പറയുന്ന സംഭവം കാണുന്നത് വടക്കാഞ്ചേരി വരുന്നു. ഇതിനൊരു ശാശ്വതമായ പരിഹാരം എന്നുള്ള നിലയിൽ ആദ്യമായിട്ട് പ്രഖ്യാപിച്ചതാണ് വടക്കാഞ്ചേരിയിലെ ബൈപ്പാസ് എന്ന് പറഞ്ഞ കാര്യം. ആ ബൈപ്പാസിന് നിലവിൽ 10 വർഷം മുന്നേ തുടക്കം വെച്ചിട്ട് ഇതുവരെയായിട്ടും അതിനെ എല്ലാ പ്രാവശ്യവും ഇലക്ഷൻ വരുന്ന സമയത്ത് അതിന് രൂപരേഖ തയ്യാറാക്കലും അതിന് മറ്റ് മണ്ണ് പരിശോധന തയ്യാറാക്കുക എന്നല്ലേ നാളെ ഇതുവരെയായിട്ടും അതിൻ്റെ പദ്ധതികൾ തുടങ്ങി വെക്കുന്ന ഒരു രൂപത്തിലേക്ക് നമുക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം അടിസ്ഥാനമായിട്ട് ഇവിടുത്തെ ബ്ലോക്ക് എന്നുള്ളത് വലിയൊരു വിഷയമാണ്. അത് പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അദ്ദേഹം പറയുന്നത് വ്യക്തമാണ്. വടക്കാഞ്ചേരി ബൈപ്പാസ് എന്ന് പറയുന്ന പദ്ധതി ഇപ്പോഴും ഫയലുകൾക്കുള്ളിലാണെന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു മുഴുവൻ തുകയും. ഇപ്പോഴും പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഫിസിക്കലായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. താങ്കളോടൊരു കാര്യം ചോദിക്കാനുള്ളത്, UDFൻ്റെ വടക്കാഞ്ചേരിയിലെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? UDFൻ്റെ വടക്കാഞ്ചേരി പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നിലവിൽ ഇപ്പോൾ ഈ ഒരു മണ്ഡലം ഇപ്പോൾ ഇടതുപക്ഷം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു ഭരണമാറ്റം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിലൂടെ സാധിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. എന്തുകൊണ്ട് UDF സ്ഥാനാർത്ഥി PN വൈശാഖിനെ വിജയിപ്പിക്കണം? എന്തുകൊണ്ട്? അതായത് സേവ്യർ ചിറ്റിലപ്പള്ളിയെ വെച്ച് PN വൈശാഖിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് PN വൈശാഖിനെ വിജയിപ്പിക്കണം? PN വൈശാഖ് നിലവിലിപ്പോൾ വടക്കാഞ്ചേരിയെ പ്രതിനിധിച്ചുകൊണ്ട് ടൗണിലെ ഒരു കൗൺസിലർ കൂടിയാണ്. പിന്നെ ഒരു നിലവിലെ സാഹചര്യം മനസ്സിലാണ് യുവാക്കളുടെ ഒരു പ്രതീക്ഷയാണ് PN വൈശാഖ്. അപ്പോൾ പദ്ധതികൾ തയ്യാറാക്കുന്നതിലും അതുപോലെ തന്നെ യുവാക്കളുടെ നല്ലൊരു ജനകീയ മുഖമുള്ള വൈശാഖ് വരണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. ഞാൻ ഈ ഒരു രീതിയിൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ഇദ്ദേഹത്തോട് ഈ ഒരു രീതിയിൽ ചോദിക്കാൻ കാരണം ഇദ്ദേഹം UDFൻ്റെ ഒരു ഭാരവാഹി കൂടിയായതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവസാനത്തെ ഒരു ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. വടക്കാഞ്ചേരിയിൽ UDFൻ്റെ ഇടയിൽ നടക്കുന്ന ചില സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി വന്നിട്ടുള്ള ചില അസ്വാരസ്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് അഭിപ്രായം? കേരളത്തിലിപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സംബന്ധിച്ചോളം ഇപ്പോൾ UDFൻ്റെ ഇടയിൽ നിന്നല്ല എല്ലാ രാഷ്ട്രീയ കക്ഷിയിലും കാലാകാലങ്ങളായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണ് വടക്കാഞ്ചേരിയിലും UDFിലും സംഭവിച്ചുള്ളൂ. പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. അതൊന്നും രാഷ്ട്രീയപരമായിട്ടും അതുപോലെ ഈ ഇലക്ഷനെ ഒന്നും ബാധിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് അടിയുറച്ച് പറയാനുള്ളത്. വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ് വൈശാഖിൻ്റെ കൂടെ നിന്ന് വിജയിപ്പിക്കുമെന്നാണ് താങ്കൾ പറയുന്നത്. എന്തായാലും താങ്ക് യു. അഭിപ്രായം സന്തോഷം. എന്താണ് വടക്കാഞ്ചേരിയിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ചേട്ടന് പറയാനുള്ള വിശേഷങ്ങൾ? അതായത് ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഈ രണ്ട് ടീമിനെയും മാറി മാറി ഇവർ പരീക്ഷിച്ചതാണ്. ഇനി NDA വരട്ടെ ഒരു മാറ്റം. NDAയുടെ സ്ഥാനാർത്ഥിയായ ഉല്ലാസ് ബാബു 3ാം തവണയാണ് വടക്കാഞ്ചേരിയിൽ വീണ്ടും മത്സരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് നമുക്കറിയാം. അപ്പോൾ ഇത്തവണ അദ്ദേഹം വിജയിക്കുമെന്നാണോ ചേട്ടൻ പറയുന്നത്? പക്ഷേ അദ്ദേഹം വിജയിക്കും. എന്താ വെച്ചാൽ ഈ 2 തവണയായിട്ടും ജനങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലായി, ഇവിടുത്തെ വികസനങ്ങൾ മനസ്സിലായി. ഇനി എന്തായാലും ഒരു അവസരം കൊടുക്കാൻ എല്ലാവരും തയ്യാറാവട്ടെ എന്നാണ് പറയാനുള്ളത്. പക്ഷേ ഈ NDA സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെ നമുക്കറിയാം ഗുരുവായൂർ മണ്ഡലത്തിലൊരു വിവാദമായിട്ടുള്ളൊരു പരാമർശം നടത്തിയിരിക്കുകയാണ് അവിടുത്തെ സ്ഥാനാർത്ഥി കൂടിയായ ഗോപാലകൃഷ്ണൻ. അപ്പോൾ അത്തരത്തിലൊരു വർഗീയ സംസാരങ്ങളൊക്കെ അത് വടക്കാഞ്ചേരിയെ കൂടി ബാധിക്കുമോ? ഇത് വർഗീയ വിഷയം എന്നുള്ള കേസല്ല. ഒരു ഹിന്ദു ആള് വരട്ടെ എന്ന് പറഞ്ഞത് അത്ര വലിയ വർഗീയമല്ല. മറ്റുള്ളൊരു മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. അപ്പൊ അവർക്കെതിരെ ഒന്നും കേസെടുത്തിട്ടില്ല. ഈ ഗോപാലകൃഷ്ണന് മാത്രമാണ് കേസെടുത്തിട്ടുള്ളത്. അത് ജനങ്ങളെ വിലയിരുത്തും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആള് പറഞ്ഞത് വ്യക്തമാണ്. നമ്മൾ നേരെ ഗുരുവായൂരിലേക്കാണ് പോയത്. അപ്പോൾ ആ ഗുരുവായൂരിലെ ആ വിവാദമായിട്ടുള്ള പരാമർശം വടക്കാഞ്ചേരിയെ ബാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മറ്റുള്ളവരും ഇത്തരത്തിലുള്ള വിവാദമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്, അതിനെതിരെ ആരും കേസെടുത്തിട്ടില്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ചേട്ടാ നമസ്കാരം. അപ്പോൾ നമ്മൾ വടക്കാഞ്ചേരിയിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചോദിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ വടക്കാഞ്ചേരിയിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ആര് വടക്കാഞ്ചേരിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് എത്തും? നമ്മൾ പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേവ്യർ സാറാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം സേവ്യർ സാറാണെങ്കിൽ അത്യാവശ്യം നല്ല കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ്. പിന്നെ നമ്മുടെ PN വൈശാഖ് നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് രണ്ടുപേരെയും കളയാൻ പറ്റില്ല. ഉല്ലാസ് ബാബു പിന്നെ ഉള്ളത്. പിന്നെ ഉല്ലാസ് ബാബു സാറ് ഇപ്പോൾ നമുക്ക് അങ്ങനെ പരിചയമില്ല. ഓക്കെ.
അപ്പോ ചേട്ടൻ പറയുന്നത് പ്രവചിക്കാൻ പറ്റില്ല, എന്ത് വേണേലും സംഭവിക്കാം. ഓക്കെ, പേരെന്താ? ഡൊമിനിക്. വീട് എവിടെയാ? വാഴാനി. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത ആളിലേക്ക് പോകേണ്ടതുണ്ട്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താണ് നമ്മുടെ വടക്കാഞ്ചേരിയിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ, എന്താണ് ഒന്ന് പറയൂ. ടൈറ്റ് ആണ്, എന്താന്ന് പറയാൻ പറ്റില്ല, ആര് വേണം ജയിക്കാം, അങ്ങനെയാണല്ലേ? ഓക്കെ ഓക്കെ. അദ്ദേഹവും പറയുന്നത് മത്സരം കടുത്ത മത്സരമായിരിക്കും, ടൈറ്റ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. രണ്ടുപേരും അടുപ്പിച്ച് അങ്ങനെയാണ് പറഞ്ഞത്. ചേച്ചി ഒരു അഭിപ്രായം പറയാൻ? ഓക്കെ, ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, അത് കുഴപ്പമില്ല. അപ്പോൾ വടക്കാഞ്ചേരിയിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളെ കുറിച്ച് ചോദിക്കുകയാണ്. ആര് ജയിക്കും ഇത്തവണ? രണ്ടാളും ജയിക്കണം എന്നാണ് വിചാരം, പക്ഷെ നടക്കില്ല, ഒരാൾ മാത്രമേ ജയിക്കുള്ളൂ. അപ്പോ വ്യക്തികളെ ആരൊക്കെയാണ് ഇവിടെ ഈ ഇത് കൊണ്ടു നടക്കാൻ പറ്റുന്ന ആൾക്കാരെ ഇവിടെ കൊണ്ടു നടക്കാൻ കഴിവുള്ള ആളെ വ്യക്തിയെ തീരുമാനിക്കും. പക്ഷെ എനിക്ക് രണ്ടാളും വേണം, രണ്ടാളും ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ വോട്ട് കണ്ണടച്ചിട്ട് ഒരൊറ്റ കുത്താം. അത് ചേട്ടന്റെ അവകാശമാണ്, രഹസ്യമാണ്. ചേച്ചിയുടെ അഭിപ്രായത്തിലാണ് ജയിക്കും? ചേട്ടൻ പറഞ്ഞ അഭിപ്രായം തന്നെ. ചേട്ടൻ പറഞ്ഞ അഭിപ്രായം. അവരുടെ മറുപടി വ്യക്തമാണ്. രണ്ടുപേരും അവര് ജയിക്കണം എന്നാണ് ആഗ്രഹം, പക്ഷെ ഒരാൾ മാത്രമേ ജയിക്കുള്ളൂ. അദ്ദേഹത്തിന്റെ വോട്ട് ഒരാൾക്കായിരിക്കും, അത് രഹസ്യമായിരിക്കും. രഹസ്യ ബാലറ്റ് ആയതുകൊണ്ട് അത് രഹസ്യമായിരിക്കും എന്നാണ് ചേട്ടൻ പറഞ്ഞത്. UDF തരംഗണ്ടാവും. UDF തരംഗണ്ടാവും. എന്തുകൊണ്ട് PN വൈശാഖ് വിജയിക്കും? എന്തുകൊണ്ട് വിജയിക്കും? ചെറുപ്പാണ്, പിന്നെ ആളുടെ പ്രവർത്തന ശൈലി, പിന്നെ ആളോടെ ഇടപെടല്, പിന്നെ സാംസ്കാരിക മേഖലയിലായാലും പൂര കമ്മിറ്റിയിലും എല്ലാം കൊണ്ടും ആള് നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചെറുപ്പം എന്നുള്ള ഒരു ഇതുണ്ട്. ചെറുപ്പം എന്നതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ച് മുൻതൂക്കം കിട്ടാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളിയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ പറഞ്ഞാൽ എങ്ങനെ വിലയിരുത്തും? അദ്ദേഹം കുറേ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പിന്നെ രാഷ്ട്രീയപരമായിട്ട് ഞാൻ സംസാരിക്കുക ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഇതാണോ രാഷ്ട്രീയപരമായിട്ട് സംസാരിക്കേണ്ട, നമ്മുടെ കാഴ്ചപ്പാട് ഒരു സാധാരണക്കാരനോട് ചോദിച്ചാൽ, നിഷ്പക്ഷനായ ഒരു വ്യക്തിയോട് ചോദിച്ചാൽ എന്താണ് മറുപടി, അതാണ് നമുക്ക് വേണ്ടത്. ഞാൻ എന്തായാലും എന്റെ മറുപടി വ്യക്തമാണ്, ആള് പറഞ്ഞത് വ്യക്തമാണ്. അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ 5 വർഷത്തെ സേവ്യർ ചിറ്റലപ്പള്ളി MLA പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാൽ ഉദ്ഘാടനങ്ങൾ മാത്രമായിരുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയാണോ? ശരിയാണ്. ഓക്കെ ഓക്കെ, നമുക്ക് അടുത്ത ആളിലേക്ക് പോകേണ്ടതുണ്ട്. എന്തായാലും താങ്ക് യു. ചേട്ടാ നമസ്കാരം. BCBയുടെ ജനശബ്ദം എന്ന തെരഞ്ഞെടുപ്പ് പരിപാടിയുടെ ഭാഗമായിട്ട് വന്നതാണ്. ഇത്തവണ ആര് ജയിക്കും വടക്കാഞ്ചേരിയിൽ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലാണ്, എന്നാലും മുൻതൂക്കം കാണുമ്പോൾ പൊതുവെ ടൗണിലെ സംസാരവും ടൗണിലുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ ടൗണിലുള്ള ഒരു തരംഗം, ആൾക്കാരെ സംസാരം, പാർട്ടിക്കാരുടെ പ്രകടനമൊക്കെ കാണുമ്പോൾ ആർക്കാണ് മുൻതൂക്കം? പറയാൻ പറ്റില്ല. ഓക്കെ, എനിക്ക് കാര്യം മനസ്സിലായി. ഓക്കെ, പലർക്കും പ്രത്യേകിച്ച് വ്യാപാരവുമായി ഇരിക്കുന്നവർക്ക് അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ ചില പരിമിതികളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചേട്ടാ നമസ്കാരം. ഒരു തെരഞ്ഞെടുപ്പ് പ്രോഗ്രാമാണ് BCBയുടെ. വടക്കാഞ്ചേരിയിൽ ഇത്തവണ ആര് ജയിക്കും? സിമ്പിൾ ആയിട്ട് ചോദിക്കാം. എന്താണ് ദേശമംഗലത്തെ അവസ്ഥ? UR പ്രദീപ് മത്സരിക്കുന്നുണ്ട് അവിടെ, നിലവിലെ MLA. പിന്നെ തവണ സീറ്റ് ലീഗിന് കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്താണ് അവസ്ഥ? പ്രദീപിനാണ് നിലവിലെ MLA തുടരുന്നത്. ഓക്കെ, താങ്ക് യു ചേട്ടാ. ചേട്ടാ നമസ്കാരം. തെരഞ്ഞെടുപ്പ് പരിപാടിയുടെ ഭാഗമായിട്ട് വന്നതാണ്. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? ഗ്യാസ് ഒക്കെ കിട്ടുന്നുണ്ടോ? ടൈറ്റ് ആണ്. ഈ ഒരു സാഹചര്യത്തില് എന്താണ് തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങളായിട്ട് ചേട്ടൻ പറയുള്ളത്? നമുക്ക് രാഷ്ട്രീയത്തിനെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. അങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയമായിട്ട് പറയാനൊന്നുമില്ല. എങ്ങനെയുണ്ട് വടക്കാഞ്ചേരിയിലെ വികസനം പൊതുവെ എങ്ങനെയുണ്ട്, അത് പറഞ്ഞാൽ മതി. വടക്കാഞ്ചേരി, ഞാൻ പൊതുവെ വടക്കാഞ്ചേരി എന്റെ ഏരിയ ഇവിടെ അല്ല, മണലിക്കര എന്ന് പറയും. ഇവിടെ 10 കിലോമീറ്റർ നമ്മുടെ മണ്ഡലത്തിലോട്ട സ്ഥലമാണ് തെക്കര പഞ്ചായത്ത്. എന്നാലും പൊതുവെ കുഴപ്പമില്ല, നല്ല വികസനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ 5 വർഷം ഉണ്ടായിട്ടുണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത്. അങ്ങനെ ചേട്ടൻ പറയാത്തോണ്ടാ ഞാനത് പൂരിപ്പിക്കുന്നത്. ശരിയാണെങ്കിൽ ശരി എന്ന് പറയണം. ഓക്കെ, അല്ലെങ്കിൽ പ്രേക്ഷകര് നമുക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായിട്ട് ഒന്നും പറയാനില്ല. ഏത് പാർട്ടി വരെ വന്നാലും ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുക എന്നുള്ള അഭിപ്രായം മാത്രമേ ഉള്ളൂ. പിന്നെ ഗ്യാസിന്റെ പ്രതിസന്ധി പറഞ്ഞപ്പോൾ പൊതുവെ എല്ലായിടത്തും ലോകം മൊത്തം ആ ഒരു പ്രശ്നം ഇവിടെയുണ്ട്. അതിന്റെ പ്രശ്നം നമുക്ക് കണ്ടമാനം ബാധിക്കുന്നുണ്ട്. കാരണം ശരിക്കും ഗ്യാസിലെത്താറുണ്ട്, ഒരുപാട് നമുക്ക് കച്ചവടത്തെ ബാധിക്കുന്നു. അതിപ്പോ നമ്മളെ ഭാഗത്തല്ല, ഇപ്പൊ ഇവിടെ ഒരുപാട് ഹോട്ടലുകൾ അടച്ചിട്ടിരിക്കുകയാണ് നിലവിൽ. അതിപ്പോ അതിപ്പോ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തന്നെ പോയി
ഗ്യാസ് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ് കിട്ടും, 2 ദിവസം കഴിഞ്ഞ് ശരിയാവും എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പോൾ നാളെ ചിലപ്പോൾ നാളെ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾക്കിടയിലും ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ് ഈ ഗ്യാസിൻ്റെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. അതിനൊരു കാരണം അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ യുദ്ധമാണ്. അപ്പോൾ അത് തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അത് ആ വഴിക്ക് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചേച്ചി നമസ്കാരം. വരൂ, വടക്കാഞ്ചേരിയിൽ ഇത്തവണ ആര് ജയിക്കും? 3 പേരുണ്ട്. സേവ്യർ ചിറ്റലപ്പള്ളി ഉണ്ട്, PN വൈശാഖ് ഉണ്ട്, ഉല്ലാസ് ബാബു ഉണ്ട്, പിന്നെ ഒരു സ്ഥാനാർത്ഥിയും കൂടി ഉണ്ട്. അത് വ്യക്തമായിട്ടില്ല, നമുക്ക് കൃത്യമായിട്ട് ലിസ്റ്റ് കിട്ടിയിട്ടില്ല. പറഞ്ഞോളൂ. സേവ്യർ ചിറ്റലപ്പള്ളി. സേവ്യർ ചിറ്റലപ്പള്ളി ജയിക്കും. എന്താണ് സേവ്യർ ചിറ്റലപ്പള്ളി ജയിക്കാനുള്ള കാരണം? ആളുടെ ഭരണങ്ങളും കാര്യങ്ങളൊക്കെ നല്ല തന്നെയാണ്. ആള് കുഴപ്പമില്ല, പെരുമാറാനും ഓക്കെ എല്ലാം കൊണ്ടും നല്ലതാണ്. ഓക്കെ വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ ഭരണം, വടക്കാഞ്ചേരിയിലെ വികസന പ്രവർത്തനങ്ങൾ ചെറുപ്പം തൊട്ട് അറിയുന്ന ആളാണ്. ഓക്കെ വ്യക്തമാണ്. ചേച്ചിയുടെ അഭിപ്രായത്തിൽ ആര് ജയിക്കും? ഓക്കെ, ചേച്ചി പറയണത് ആര് ജയിക്കാന്ന് വ്യക്തമായിട്ട് അറിയില്ല എന്നാണ്. കുഴപ്പമില്ല, ഇത്തവണ എന്തായാലും വോട്ട് ചെയ്യണം. ഓക്കെ ശരി ശരി. നമുക്ക് ഒരു ഫാമിലി പോകുന്നുണ്ട്, അവരോട് ചോദിച്ചു നോക്കാം എന്താണ് വടക്കാഞ്ചേരിയുടെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അംഗം കുറിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആര് ജയിക്കും എന്നുള്ളത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇവിടെ വോട്ടുള്ളവരെന്നല്ലേ? വോട്ടുണ്ടാ? ആ, ബംഗാളാണ്. അപ്പോൾ ഇവർക്ക് വോട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇവര് ബംഗ്ലാദേശ് സ്വദേശികളാണ്. കൊൽക്കത്ത, വെസ്റ്റ് ബംഗാൾ. ഓക്കെ. മമതാ ബാനർജി. ഓക്കെ. അവിടെ ഇലക്ഷൻ എന്നാ? ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പോവോ? ആരെത്തവണ അവിടെ ജയിക്കുക? ഇത്തവണ ആര് ജയിക്കും? മമത തുടരുവോ? മമത പോയി. നമുക്കൊരു പുതിയ അപ്ഡേഷൻ കിട്ടിയിരിക്കുകയാണ്. അതായത് അവിടുത്തെ രാഷ്ട്രീയം, അതായത് മമത തോറ്റ ആര് ജയിക്കും? പിന്നെ ആര് ജയിക്കും? മലയാളം മനസ്സിലായി, ഹിന്ദിയിലെ പറയില്ല. BJP വരും. വ്യക്തം. അതായത് ഇത്തവണ മമതയ്ക്ക് പ്രതികൂലമായിട്ടുള്ള ഒരു തരംഗം ഉണ്ടാവുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മമതയ്ക്ക് പകരം BJP അധികാരത്തിൽ വരുമെന്നാണ് വടക്കാഞ്ചേരിയിലെ വിശേഷങ്ങൾ പറയുന്നതിനിടയ്ക്ക് നമുക്ക് അവിടെ നിന്നുള്ള ഒരു ഫാമിലിയോട് ചോദിച്ചപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്. സോറി. നമുക്കൊരു ഗുഡ്സ് വണ്ടി ഡ്രൈവർ ഉണ്ട്, അദ്ദേഹത്തോട് ചോദിക്കാം. ചേട്ടാ നമസ്കാരം. BC ഇവിടെ ഒരു ജനശബ്ദം എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങൾ ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഇത്തവണ വടക്കാഞ്ചേരിയിൽ ആര് ജയിക്കും? ചേട്ടൻ എവിടുത്തുകാരനാ? പട്ടാമ്പി ആണല്ലേ? പട്ടാമ്പിയിൽ ഇത്തവണ ആര് ജയിക്കും? പട്ടാമ്പി മുഹമ്മദ് മൂസിൻ ജയിക്കാനാണ്. മൂസിൻ വീണ്ടും MLA ആയിട്ട് തന്നെ തുടരും. നല്ല വികസനമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ചെറുപ്പക്കാരനാണ്, പേരുദോഷം വരുത്തിയിട്ടില്ല, സുമുഖനാണ്, സുന്ദരനാണ്. പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാലോ, അതിന്റെ ഒരു മികവ് ഉണ്ടാവും. പട്ടാമ്പിയിലെ റോഡുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലായിട്ടുണ്ടോ? കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചത് നല്ല പദ്ധതിയാണ്. നല്ല പദ്ധതികളായിട്ട് സ്കൂളായാലും ഹോസ്പിറ്റലായാലും നല്ല പുരോഗതിയാണ്. ഈ വടക്കാഞ്ചേരിയിലൂടെ കടന്നു പോകുമ്പോൾ വടക്കാഞ്ചേരി കൂടെ ഇടയ്ക്ക് പോകാറുണ്ടോ? ഞാൻ എന്റെ സ്ഥാപനം അത്താണിയിലാണ്. അത്താണിയിലാണ്. അപ്പൊ എങ്ങനെയുണ്ട് വടക്കാഞ്ചേരി ചിത്രപ്പള്ളി ജയിക്കാനാണ് ചാൻസ്. ഞാനൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ് എങ്കിൽ കൂടി ഞാൻ നിഷ്പക്ഷമായിട്ടാണ് പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് ചിത്രപ്പള്ളി ജയിക്കാനാണ് ചാൻസ്. പേരെന്തായിരുന്നു? എന്റെ പേര് ഹംസക്കാരുടെ അഭിപ്രായത്തില് LDF സർക്കാരിന്റെ പോരായ്മകൾ എന്തൊക്കെയാണ്? അത് നിങ്ങൾ CPM പ്രവർത്തകനാണെന്ന് പറഞ്ഞതുകൊണ്ടാണ്. അനുഭാവി. ഞാൻ തെറ്റിതിരുത്തി, അനുഭാവിയാണ്. എന്താണ് LDF സർക്കാരിന്റെ പോരായ്മകൾ? മുഖ്യമന്ത്രി മൂന്നാമതും ഉയർത്തിക്കാട്ടുന്നത് LDF-ന് ദോഷം ചെയ്യും എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. മറ്റൊരാളെ ഉയർത്തി കാണിക്കേണ്ടത് അതൊരു കാരണം. ഓക്കെ. ഇപ്പോ UDF ജയിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ UDF-നെ കുറിച്ചിട്ട് ഒരു നല്ല കാര്യങ്ങൾ പറയാൻ പറഞ്ഞാൽ എന്തെങ്കിലും പറയാനുണ്ടോ UDF-നെ കുറിച്ചിട്ട്? ടീം UDF എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാലോ, ടീം പറയാല്ലാതെ പ്രവർത്തനത്തിൽ ടീം UDF ഇല്ല. അതാണ് യാഥാർത്ഥ്യം. കഷ്ടകാലത്തിന് എങ്ങാനും അവർക്ക് മെജോറിറ്റി കിട്ടിയ ഒരു അധികാരത്തിൽ വരികയാണെങ്കിൽ ആര് മുഖ്യമന്ത്രിയാവും? ഇപ്പൊ തന്നെ ഓൾറെഡി 4-5 പേര് മുഖ്യമന്ത്രിക്ക് കിട്ടിയാണ്. അതുകൊണ്ട് ജനങ്ങൾ പ്രബുദ്ധരാണല്ലോ. അത് താങ്കൾ അതിന്റെ ഒരു ഡീമെറിറ്റ് പറഞ്ഞു. ഒരു നല്ലൊരു കാര്യം UDF-നെ കുറിച്ച്, UDF-ന്റെ ഒരു ഗുണം പറയുകയാണെങ്കിൽ ഏതൊരു കാരണം പറയും? ഏതൊരാൾക്കും പൊട്ടയും ചീത്തയും ഉണ്ടാവില്ല. ഒരു ക്വാളിറ്റി പറയുകയാണെങ്കിൽ UDF-ന്റെ ക്വാളിറ്റി എന്താണ്? UDF-ന്റെ ക്വാളിറ്റി എന്ന് പറയുകയാണെങ്കിൽ എടുത്തു പറയാത്ത ക്വാളിറ്റി എന്റെ മനസ്സിലൊന്നുമില്ല. ഇല്ല. ഓക്കെ. ആള് പറയുന്നത് വ്യക്തമാണ്. അദ്ദേഹം ഒരു ഇടത് അനുഭാവിയാണ്. അദ്ദേഹം പറയുന്നത് 3ാം തവണയും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ എടുത്തു കാണിക്കുന്നത് ഒരു പോരായ്മയായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ
കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കങ്ങളും സ്ഥാനാർത്ഥി മോഹങ്ങളും അതൊരു കോൺഗ്രസിന്റെ പോരായ്മയായിട്ടും അദ്ദേഹം ഉയർത്തി കാണിക്കുന്നുണ്ട്. ആള് പറഞ്ഞത് വ്യക്തമാണ്. നമസ്കാരം. പെട്ടെന്ന് ചാടി വീണതാണ്, തെരഞ്ഞെടുപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വന്നതാണ്. എന്താണ് വടക്കാഞ്ചേരിയിലെ ഇത്തവണത്തെ സാഹചര്യം? വടക്കാഞ്ചേരിയിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ വൈശാഖ് നാരായണസ്വാമി ജയിക്കുമെന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. വേറെ കുഴപ്പങ്ങളൊന്നും ഇപ്പം നിലവിലില്ല. നിലവിലെ MLA സേവ്യർ ചിറ്റിലപ്പള്ളിയെ വോട്ട് ചെയ്യാതെ അല്ലെങ്കിൽ തോൽപ്പിച്ചിട്ട് വൈശാഖിന് വോട്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? അല്ല, ഞാനൊരു UDF അനുഭാവിയാണല്ലോ, പിന്നെ എന്തായാലും നമുക്ക് വൈശാഖിനെ വോട്ട് ചെയ്ത് പറ്റൂ. പിന്നെ അല്ല, UDFന്റെ മണ്ഡലമാണിത്. വടക്കാഞ്ചേരി UDFന്റെ മണ്ഡലമാണ്. വളരെ ചെറിയ നിസ്സാര കാരണങ്ങൾക്കൊക്കെയാണ് മുൻകാലങ്ങളിൽ ഇടതുപക്ഷം കൊണ്ടുപോയിട്ടുള്ളത്. സ്ഥിരമായിട്ട് UDFന്റെ മണ്ഡലമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രതീക്ഷ. താങ്ക് യു. വ്യക്തമാണ് അദ്ദേഹം പറയുന്നത്. ഇത് വടക്കാഞ്ചേരി എന്ന് പറയുന്നത് ഒരു UDF മണ്ഡലമാണ്. 2004 ശേഷം 2004 ഉപതെരഞ്ഞെടുപ്പിലാണ് ഇതൊരു LDF മണ്ഡലമായി മാറുന്നതും. പിന്നീട് AC മൊയ്തീൻ, അതിനുശേഷം CN ബാലകൃഷ്ണൻ വീണ്ടും UDF തിരിച്ചു പിടിച്ചു. അതിനുശേഷം അനിലക്കര 43 വോട്ടിൻ്റെ നിസാര ഭൂരിപക്ഷത്തിൽ വീണ്ടും UDFിലേക്ക് ഈ മണ്ഡലം എത്തിപ്പെടുകയായിരുന്നു. അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ അന്നത്തെ നിലവിലെ MLA അനിലക്കരയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ MLA സേവ്യർ ചിറ്റിലപ്പള്ളി 15,168 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുന്നത്. ഇനി ഇത്തവണ സേവ്യർ ചിറ്റിലപ്പള്ളി മണ്ഡലം നിലനിർത്തുമോ അതോ ഉല്ലാസ് ബാബുവോ അല്ലെങ്കിൽ PN വൈശാഖോ വിജയിച്ചു കയറുമോ എന്നതാണ് നമുക്ക് കാത്തിരുന്ന് കാണാം. മെയ് 4 കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുന്നത്. കേരളത്തിൻ്റെയും വടക്കാഞ്ചേരിയുടെയും വിധി എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.